ഹായ് ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു ഫ്രീ പി ടി സീരീസ്. അറിയാമല്ലോ, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പി ടി റൈറ്റിംഗ് മൊഡ്യൂളിൻ്റെ എസ്സേ എങ്ങനെ എഴുതാമെന്നാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പറഞ്ഞു എന്താണ് എസ്സേയുടെ സ്ട്രക്ചർ, ഇൻട്രൊഡക്ഷൻ എങ്ങനെ എഴുതണമെന്ന് പറഞ്ഞു, ആൻഡ് മെയിൻ ബോഡി എങ്ങനെ എഴുതണം എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോക്കിക്കേ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പറഞ്ഞത് എങ്ങനെ നമുക്ക് ബോഡി പാരഗ്രാഫിലെ മെയിൻ പോയിൻറ്റ്സ് എഴുതാം, സപ്പോർട്ടിംഗ് പോയിൻറ്റ്സ് എഴുതാം, ഈ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞു നിർത്തിയത്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഹൗ വി ക്യാൻ റൈറ്റ് എക്സാമ്പിൾ ആൻഡ് ക്ലോസിംഗ് സെൻറ്റൻസ്. അതായത് ഒരു മെയിൻ ബോഡിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റുകളായിട്ടുള്ള മെയിൻ പോയിൻറ്റ്, സപ്പോർട്ടിംഗ് പോയിൻറ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് ഇന്ന് അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള എക്സാമ്പിളും ക്ലോസിംഗ് സെൻറ്റൻസുമാണ് പറയാൻ പോകുന്നത്. അപ്പം ഇന്ന് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു വാച്ച് ദ പ്രീവിയസ് വീഡിയോസ്. ആ വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർ മസ്റ്റായിട്ട് കാണണം. കാരണം നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂവേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കണക്ഷൻ എന്താണെന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ പ്രീവിയസ് വീഡിയോസ് കാണണം. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യുക. ആൻഡ് ഇനി വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ബോഡി പാരഗ്രാഫ് പഠിച്ചതുകൊണ്ട് മാത്രം നമുക്ക് എസ്സേ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു എന്ന് പറയാൻ പറ്റില്ല. ബോഡി പാരഗ്രാഫ് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് കൺക്ലൂഡിങ് പാരഗ്രാഫ് ഉണ്ട്. അങ്ങനെ കുറേ കണ്ടിന്യൂവേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കിട്ടണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് നോക്കിയാലോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു എങ്ങനെ മെയിൻ പോയിൻറ്റ്സ് ഡിറൈവ് ചെയ്യാമെന്നുള്ളത്. മെയിൻ പോയിൻ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് ആസ്ക് എ വൈ ക്വസ്റ്റ്യൻ ടു യുവർ തീസിസ്. നിങ്ങൾ കൊടുക്കുന്ന തീസിസിനോട് വൈ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ യു വിൽ ബി ഗിവൺ ആൻ ആൻസർ, ആൻഡ് ആ ആൻസർ ആയിരിക്കും നമ്മുടെ മെയിൻ പോയിൻ്റ് എന്ന് പറയുന്നത്. ഇനി ഈ മെയിൻ പോയിൻറ്റിനോട് നിങ്ങൾ വീണ്ടും ഹൗ എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുക. ഹൗ എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് സപ്പോർട്ടിംഗ് പോയിൻ്റ് കിട്ടും. ഇതാണ് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ഒരു ഓവറോൾ ഐഡിയ എന്ന് പറയുന്നത്. ഇന്ന് നമുക്ക് നോക്കാം എങ്ങനെ എക്സാമ്പിളും ക്ലോസിംഗ് സെൻറ്റൻസും എഴുതാൻ പറ്റുമെന്നുള്ളത്. സോ ബേസിക്കലി എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇറ്റ്സ് എ കേസ് ഓർ സ്പെസിഫിക് ഡീറ്റെയിൽ ദാറ്റ് ഹെൽപ്സ് ദ റീഡർ ടു അണ്ടർസ്റ്റാൻഡ് യുവർ സപ്പോർട്ടിംഗ് പോയിൻറ്റ് ബെറ്റർ. നമ്മൾ കൊടുക്കുന്ന, അതായത് മെയിൻ ബോഡിയിൽ കൊടുക്കുന്ന മെയിൻ പോയിൻറ്റിൻ്റെയും സപ്പോർട്ടിംഗ് പോയിൻറ്റിൻ്റെയും കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ കുറച്ചും കൂടെ വാലിഡ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു റിയൽ ലൈഫ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ഡീറ്റെയിലിനെയാണ് നമ്മൾ എക്സാമ്പിൾ എന്ന് പറയുന്നത്. എക്സാമ്പിൾ എങ്ങനെ എഴുതാമെന്നുള്ളത് ഞാൻ അടുത്ത സ്ലൈഡിൽ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ നോക്കുന്നത് എക്സാമ്പിൾ കഴിഞ്ഞിട്ട് എഴുതേണ്ട ക്ലോസിംഗ് സെൻറ്റൻസും കൂടെയാണ്. കാരണം നിങ്ങളൊരു ബോഡി പാരഗ്രാഫ് എഴുതുമ്പോൾ എക്സാമ്പിളും ക്ലോസിംഗ് സെൻറ്റൻസും രണ്ട് സെൻറ്റൻസ് ആയിട്ട് എഴുതാം, അല്ലെങ്കിൽ രണ്ടും കൂടെ കൂട്ടി ഒരൊറ്റ സെൻറ്റൻസ് ആയിട്ടും എഴുതാം. അത് നിങ്ങളുടെ കാലിബർ പോലെ ഇരിക്കും. നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇംഗ്ലീഷ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ക്ലോസിംഗ് സെൻറ്റൻസും എക്സാമ്പിളും കൂടെ ഒരുമിച്ച് എഴുതാം, കുഴപ്പമില്ല. പക്ഷേ ഐഡിയാസ് അവിടെ പറഞ്ഞോന്നേ ഉള്ളൂ. അപ്പോൾ ക്ലോസിംഗ് സെൻറ്റൻസ് എന്താണെന്ന് നോക്കി. ക്ലോസിംഗ് സെൻറ്റൻസ് ഈസ് ദ ലാസ്റ്റ് ലൈൻ ഓഫ് യുവർ ബോഡി പാരഗ്രാഫ്. നമ്മുടെ മെയിൻ ബോഡിയുടെ ഏറ്റവും ലാസ്റ്റ് ലൈൻ അല്ലെങ്കിൽ ലാസ്റ്റ് സെൻറ്റൻസ് ആണ് ക്ലോസിംഗ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. It wraps up your main point and shows how it supports your opinion. നമ്മുടെ ഒപ്പീനിയനെ എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ മെയിൻ ബോഡിയിൽ എഴുതിയിരിക്കുന്ന നമ്മുടെ മെയിൻ പോയിൻറ്റിനെയും സപ്പോർട്ടിംഗ് പോയിൻറ്റിനെയും ഒന്നും കൂടെ റീസ്റ്റേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒന്നും കൂടെ റീഫ്രേസ് ചെയ്ത് വെക്കുന്നതാണ് നമ്മുടെ ക്ലോസിംഗ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. സോ ഈ എക്സാമ്പിളും ക്ലോസിംഗ് സെൻറ്റൻസും കൂടെ ആ ഐഡിയാസ് വന്നു കഴിയുമ്പോഴായിരിക്കും നിങ്ങളുടെ മെയിൻ ബോഡി അവിടെ കംപ്ലീറ്റഡ് ആകുന്നത്. അപ്പം നമുക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയ സെയിം ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നോക്കി, നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. സം പീപ്പിൾ തിങ്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് ഷുഡ് ബി ഫ്രീ. ഡു യു എഗ്രി ഓർ ഡിസഗ്രി? ഇതായിരുന്നു നമ്മൾ ഇത്രയും ദിവസമായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നിങ്ങൾ എഗ്രി ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സപ്പോർട്ടിംഗ് പോയിൻറ്റ് ഇങ്ങനെയായിരിക്കും. വെൻ പബ്ലിക് ട്രാൻസ്പോർട്ട് ഈസ് ഫ്രീ, more people will leave their cars at home to save money. This means fewer vehicles on the road, which reduces traffic jams and cuts down air pollution caused by car emission. അതായത് നമ്മൾ പറഞ്ഞു നിർത്തിയ സപ്പോർട്ടിംഗ് പോയിൻ്റ് ഇങ്ങനെയായിരുന്നു. നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രാഫിക് ജാംസ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അറ്റ് ദ സെയിം ടൈം എയർ പൊല്യൂഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. ഇതിന് നമ്മൾ അല്ലെങ്കിൽ ഈ ഒരു പോയിൻ്റ് വാലിഡ് ആണ് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞത് ട്രൂ ആണെന്ന് കാണിക്കാൻ വേണ്ടി വി ക്യാൻ ഗീവ് എ റിയൽ ലൈഫ് സിറ്റുവേഷൻ. അതാണ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഇങ്ങനെ കൊടുക്കാം. ഫോർ എക്സാമ്പിൾ, ആഫ്റ്റർ പബ്ലിക് ട്രാൻസ്പോർട്ട് ബിക്കെയിം ഫ്രീ ഇൻ ലക്സംബർഗ് മെനി പീപ്പിൾ സ്റ്റാർട്ടഡ് യൂസിങ് ബസ്സസ് ആൻഡ് ട്രെയിൻസ് മോർ ഓഫൺ. നമ്മൾ എന്താ പറഞ്ഞു നിർത്തിയത്? പബ്ലിക് ട്രാൻസ്പോർട്ട് ഫ്രീ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ
നമുക്ക് എയർ ട്രാഫിക്കും ട്രാഫിക് ജാംസും എയർ പൊല്യൂഷനൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞതിനെ നമ്മൾ ലക്സംബർഗിലെ കേസ് വെച്ചിട്ട് എക്സാമ്പിൾ കൊടുക്കുകയാണ്. അപ്പോൾ എന്തായി, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ കുറച്ചും കൂടെ വാലിഡ് ആണെന്നാണ് നമ്മൾ ഈ ഒരു കേസ് കൊണ്ട് കാണിക്കുന്നത്. ഇനി അതിൻ്റെ ക്ലോസിംഗ് സെൻറ്റൻസ് കൊടുക്കണമെങ്കിൽ ദിസ് ഷോസ് ദാറ്റ് ഫ്രീ ട്രാൻസ്പോർട്ട് ക്യാൻ എൻകറേജ് ഗ്രീനർ ട്രാവൽ ആൻഡ് ഹെൽപ്പ് സോൾവ് ട്രാഫിക് ആൻഡ് പൊല്യൂഷൻ പ്രോബ്ലംസ്. നമ്മൾ പറഞ്ഞു നിർത്തിയ 2 പോയിൻറ്റ്സ് അല്ലായിരുന്നു, എയർ പൊല്യൂഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാം, അതുപോലെ തന്നെ ട്രാഫിക് ജാംസ് റെഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. ഈ രണ്ടിനെയും വിത്തൗട്ട് റിപ്പീറ്റിംഗ് ദ സെയിം വേർഡ്സ്, ആ സെയിം വേർഡ്സ് റിപ്പീറ്റ് ചെയ്യാതെ ഐഡിയാസിനെ മാത്രം നമ്മളൊന്ന് റീസ്റ്റേറ്റ് ചെയ്തിട്ടാണ് ക്ലോസിംഗ് സെൻറ്റൻസ് കൊടുക്കുന്നത്. ക്ലിയർ ആയില്ലേ? ഇങ്ങനെയാണ് എക്സാമ്പിളും ക്ലോസിംഗ് സെൻറ്റൻസും ഒരു മെയിൻ ബോഡിയിൽ കൊടുക്കുന്നത്. ഇനി നമ്മൾ പറഞ്ഞു നിർത്തിയത് എഗ്രി ചെയ്യുന്ന കേസായിരുന്നു. സപ്പോസ് ഇഫ് യു ആർ ഡിസഗ്രിയിങ് ടു ദ സ്റ്റേറ്റ്മെൻറ്റ്, നമ്മൾ ആ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിനോട് ഡിസഗ്രി ആണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ സപ്പോർട്ടിംഗ് പോയിൻ്റ് ഇങ്ങനെ വരാം. If the government has to cover all the cost of running buses and trains without charging passengers, it may struggle to afford regular maintenance, hire enough staff, or upgrade old vehicles. This can make public transport slow, unsafe or uncomfortable for users. അതായത് നമ്മൾ പറഞ്ഞു നിർത്തിയത് നമ്മുടെ മെയിൻ പോയിൻ്റ് ഇങ്ങനെയായിരുന്നു. നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ട് ഒരുപാട് ഫ്രീ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിന് അതൊരു ഫൈനാൻഷ്യൽ ബേർഡൻ ആയിരിക്കും. കാരണം ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട്, അതായത് ഒരു റെഗുലർ മെയിൻ്റനൻസ് നടത്താനോ അല്ലെങ്കിൽ ഇനഫ് സ്റ്റാഫിനെ നമുക്ക് ഹയർ ചെയ്യാനോ ഒന്നും പറ്റില്ല. അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന, അതായത് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ഇതായിരുന്നു നമ്മൾ സപ്പോർട്ടിംഗ് പോയിൻ്റായിട്ട് പറഞ്ഞു നിർത്തിയത്. അപ്പോൾ അതിന് നമുക്കൊരു എക്സാമ്പിൾ കൊടുക്കണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. ഫോർ എക്സാമ്പിൾ, in some cities where transport is heavily subsidized, like in parts of India, overcrowded and poorly maintained buses are common due to limited funding. ഓക്കെ, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, അതായത് ഒരു പുവർ ക്വാളിറ്റി ആയിരിക്കും കൊടുക്കുന്നത്, അല്ലെങ്കിൽ അവിടെ മെയിൻ്റനൻസ് കുറവായിരിക്കും എന്നൊക്കെ പറഞ്ഞത് നമ്മൾ ഇന്ത്യയിലെ കേസ് വെച്ചിട്ടാണ് സ്റ്റേറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇന്ത്യൻ കേസ് വെച്ച് നോക്കുമ്പോൾ വാലിഡ് ആണെന്ന് നമ്മൾ കാണിച്ചു കൊടുത്തു. സോ ദിസ് ഈസ് ദ വേ ടു റൈറ്റ് ആൻ എക്സാമ്പിൾ. ഇനി ഇത് റിലേറ്റഡ് ആയിട്ട് നമുക്കൊരു ക്ലോസിംഗ് സെൻറ്റൻസ് എഴുതണമെങ്കിൽ therefore, അതുകൊണ്ട് മേക്കിംഗ് ട്രാൻസ്പോർട്ട് ഫ്രീ വിതൗട്ട് പ്രോപ്പർ പ്ലാനിങ് ക്യാൻ റെഡ്യൂസ് സർവീസ് ക്വാളിറ്റി ആൻഡ് ഡിസ്കറേജ് പീപ്പിൾ ഫ്രം യൂസിങ് ഇറ്റ്. നമ്മൾ പറഞ്ഞു നിർത്തിയ കാര്യങ്ങളില്ല, അതായത് ഈ സപ്പോർട്ടിംഗ് പോയിന്റിൽ പറഞ്ഞതിന് ഒന്നും കൂടെ ഒന്ന് നമ്മൾ ഷോർട്ടായിട്ട് ഒരു 1 ലൈനായിട്ട് ക്ലോസ് ചെയ്ത് വെച്ചു. അതാണ് ക്ലോസിംഗ് സെൻറ്റൻസ്. ഇപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയോ എങ്ങനെയാണ് നമുക്ക് മെയിൻ പോയിൻറ്റ് സപ്പോർട്ടിംഗ് പോയിൻറ്റ് കൊടുത്തു കഴിഞ്ഞ് അതിനെ വാലിഡ് ആക്കുന്ന രീതിയിൽ എക്സാമ്പിളും ക്ലോസിംഗ് സെൻറ്റൻസും കൊടുക്കാമെന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത്രയും എഴുതി കഴിയുമ്പോഴേക്കും നമ്മുടെ മെയിൻ ബോഡി അവിടെ കംപ്ലീറ്റഡ് ആകും. നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, മെയിൻ ബോഡി 1ൻ്റെയും മെയിൻ ബോഡി 2ൻ്റെയും സ്ട്രക്ചർ സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി വരുന്ന ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് മെയിൻ ബോഡി 2 and 3 കഴിഞ്ഞിട്ട് എങ്ങനെ നമുക്ക് കൺക്ലൂഷൻ എഴുതാമെന്നായിരിക്കും. അപ്പോൾ ആ ക്ലാസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് PT-യുടെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ എക്സ്ട്രാ ആക്ടിവിറ്റീസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലൊന്ന് ജോയിൻ ചെയ്താൽ മതി. അവിടെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അവൈലബിൾ ആണ്. സോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ.